ബജ്രംഗ് ദൾ നേതാവ് മംഗളൂരു സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ. തെളിവുകൾ പുറത്തുവിട്ട് NIA കൊല നടത്താൻ രാജ്യത്തിനുള്ളിൽ നിന്നും വിദേശത്ത് നിന്നും പണമെത്തി. കൊലയാളികൾക്ക് പോപ്പുലർ ഫ്രണ്ടുമായി നേരിട്ട് ബന്ധം. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, നിർണായക കണ്ടെത്തലാണ് ഇപ്പോൾ NIA ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ പുറത്തുവരുന്നത്? ഈ മംഗളൂരുവിലെ സുഹാസ് ഷെട്ടിയുടെ മരണവുമായി കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിർണായകമായ വെളിപ്പെടുത്തലുകൾ NIA ഭാഗത്തുനിന്നും വരുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഇതിന് പിന്നിൽ നിരോധിത തീവ്രവാദ സംഘടനയായ ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടാണ് എന്നുള്ളതാണ് NIA പറയുന്നത്. കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് നിരോധിത ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ട് എന്ന NIA ചൂണ്ടിക്കാണിക്കുന്നു. കൊലയാളികൾക്ക് പോപ്പുലർ ഫ്രണ്ടുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് NIA വ്യക്തമാക്കുന്നു. കൊല നടത്താൻ രാജ്യത്തിനുള്ളിൽ നിന്നും വിദേശത്തു നിന്നും പണമെത്തി എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഒരു ഹിന്ദു സംഘടനാ പ്രവർത്തകനെ കൊലപ്പെടുത്താൻ ഈ മുസ്ലിം ഭീകര സംഘടനയ്ക്ക് വിദേശത്ത് നിന്നും അതോടൊപ്പം രാജ്യത്ത് നിന്നും പണം കിട്ടി എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ മുൻപ് ഈ പാക് അനുകൂല അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന പാക് അധീന കശ്മീരിലൊക്കെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്കും ഈ ഹമാസ് പോലെയുള്ള ഭീകര സംഘടനകൾക്കും ഒക്കെയാണ് ഇത്തരത്തിൽ പണം വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഈ പോപ്പുലർ ഫ്രണ്ടിന് ഈ രാജ്യത്തെ ഒരു പൗരനെ കൊലപ്പെടുത്താൻ, ഈ രാജ്യത്തെ ഒരു ഹിന്ദു സംഘടനാ പ്രവർത്തകനെ കൊലപ്പെടുത്താൻ വിദേശത്ത് നിന്നടക്കം പണമെത്തി എന്ന് പറയുമ്പോൾ അത് ഈ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാരുടെ സുരക്ഷ എത്രത്തോളം ഉണ്ട് എന്ന് സംശയം ഉയർത്തുന്നതാണ്. മറ്റൊന്ന്, പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചതിൽ നിന്നാണ് ഈ കാര്യം മനസ്സിലായത് എന്നും പറയുന്നു. പ്രതികളുടെ 12 ബാങ്ക് അക്കൗണ്ടുകൾ നിലവിൽ NIA പരിശോധിക്കുന്നുണ്ട്. സുഹാസ് ഷെട്ടിയെ വധിക്കാൻ കൊലയാളികൾ 3 മാസം മുമ്പ് തയ്യാറെടുപ്പ് നടത്തി എന്നുള്ളതാണ് NIA പറയുന്നത്. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന കൊലപാതകമല്ല, നേരെ മറിച്ച് 3 മാസത്തെ തയ്യാറെടുപ്പ് ഇതിനു വേണ്ടി നടന്നു എന്നാണ് പറയുന്നത്. പ്രതികളിൽ ഒരാളായ ആദിൽ മെഹ്റൂഫാണ് കൊലപാതകത്തിന് പണം സ്വരൂപിച്ചതെന്നും 25 ലക്ഷം രൂപ ആകെ ഇതിനായി സ്വരൂപിച്ചു എന്നുമാണ് നിലവിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. തുക അതിൽ കൂടുതൽ വരാം എന്നാണ് NIA വ്യക്തമാക്കുന്നത്. അതിന് ഈ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് മുഴുവൻ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ പ്രകാരം ഈ പ്രതികൾ പുറത്തുനിന്നും വിദേശത്തു നിന്നും പണം ശേഖരിച്ച് അത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് പോപ്പുലർ ഫ്രണ്ടിൽ എന്ന ഭീകര സംഘടനയിൽപ്പെട്ട പ്രതികൾ ഈ കൃത്യം നടപ്പാക്കി എന്നാണ് പറയുന്നത്. നിരോധിച്ചതിന് ശേഷവും ഈ രാജ്യത്തിനാകെ ഭീഷണിയായി, ഇവിടുത്തെ പൗരന്മാർക്കാകെ ഭീഷണിയായി പോപ്പുലർ ഫ്രണ്ട് മാറുന്നു. ശ്രീകാന്ത്, എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ ഒരു NIA കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് കൂടിയാണ്. PFI നിരോധിച്ചിട്ട് കൂടിയും മംഗലപുരത്ത് അല്ലെങ്കിൽ കർണാടകയിൽ ഇപ്പോഴും ആ ഒരു ഭീകരത നിലകൊള്ളുന്നു എന്നുള്ളൊരു കാര്യം കൂടിയല്ലേ NIA ഈ ഒരു കണ്ടെത്തലുകൾ വിരൽ ചൂണ്ടുന്നത്? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ 2022 സെപ്റ്റംബറിൽ നിരോധിച്ചതാണ്. പക്ഷേ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും അവരുടെ പ്രവർത്തനം നിർബാധം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഈ സംഘടന, ഈ നിരോധിത ഭീകര സംഘടനയെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ നീക്കങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നതും. ഒരു പൗരനെ കൊലപ്പെടുത്തുക, അതൊരു ഭീകരവാദ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, നിരോധിത ഭീകരവാദ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന സർക്കാരിന്റെ കൂടി വീഴ്ചയാണ്. കാരണം ലോ ആൻഡ് ഓർഡർ വരുന്നത് സംസ്ഥാന സർക്കാരിന് കീഴിലാണ്. ആ സംഘടനയ്ക്ക് ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നതിനും പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കുന്നതിനും ആ സംഘടനയിലെ ആളുകൾക്കും നേതാക്കൾക്കും അവിടെ ഇപ്പോഴും അവസരമുണ്ട് എന്നുള്ളതാണ് അത് തെളിയിക്കുന്നതും. സ്വാഭാവികമായും അവിടുത്തെ സർക്കാർ ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും. കാരണം അവിടെ നടന്ന ഈ കൊലപാതകത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ, പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സാധാരണ ഒരു സംഘടന നിരോധിക്കപ്പെട്ടാൽ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ ആ സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പുമാണ് അവർക്കെതിരെ കർശനമായ നിലപാടെടുക്കേണ്ടതും നിരീക്ഷണം ഏർപ്പെടുത്തേണ്ടതും. പക്ഷേ ഈ കർണാടകയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം നടന്നതിന് ശേഷം സജീവമായ പ്രവർത്തനം ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട് എന്നാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. മറ്റൊന്ന്, വിദേശത്തു നിന്നും പണം വന്നു എന്ന് പറയുമ്പോൾ, അതും ഒരു കൊലപാതകത്തിന് വേണ്ടി പണം വന്നു എന്ന് പറയുമ്പോൾ സർക്കാർ സംവിധാനങ്ങളുടെ പരാജയമായി തന്നെ അതിനെ വിലയിരുത്തേണ്ടിയും വരും. മൂന്നാമത്തെ കാര്യം ഇതിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ പ്രതികൾ, ഒരു പ്രതി പണം കൊണ്ടുവരുന്നു, മറ്റു കുറേയധികം പ്രതികൾ ചേർന്ന് 3 മാസത്തോളം നിരീക്ഷിക്കുന്നു. നിരീക്ഷിച്ച് തയ്യാറെടുപ്പ്
തയ്യാറെടുപ്പ് നടത്തുന്നു. അതിനുശേഷം കൊലപാതകം നടപ്പിലാക്കുകയും ചെയ്യുന്നു. അതിന് ഇപ്പോൾ കെ ശ്രീകാന്ത് പറഞ്ഞതുപോലെ അവിടെ സഹായത്തിനായി പിന്നീട് രാഷ്ട്രീയ നേതാക്കൾ വരുന്നു. ഒരു സംസ്ഥാനത്തിന്റെ സ്പീക്കർ തന്നെ ഈ പ്രതികളെ പിന്തുണച്ച് സംസാരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. പോപ്പുലർ ഫ്രണ്ട് സജീവമാണ് കർണാടകയിൽ എന്നുള്ള കാര്യം ഇപ്പോൾ വീണ്ടും തെളിയുന്നുണ്ട്. NIA അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. നിലവിൽ ഈ കിട്ടുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ NIA എന്ന ഏജൻസിയിൽ മാത്രം ഇത് നിൽക്കില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള ഏജൻസികൾ കൂടി ഈ കേസിൽ അന്വേഷണത്തിനായി എത്താനുള്ള സാധ്യതയുണ്ട്. ഈ ദക്ഷിൺ കന്നഡ മേഖലയിൽ കർണാടക സർക്കാർ ഈ അടുത്തിടെ കൊണ്ടുവന്ന ഒരു പ്രത്യേക ഫോഴ്സ് ഉണ്ട്, പോലീസിന്റെ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് ചെയ്യുന്നത് ഇതുപോലെയുള്ള സംഘടന, ഈ ഹിന്ദു സംഘടനാ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ അത്തരത്തിലുള്ള മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷെ ആ സമയത്തും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം അവിടെ നിർബാധം നടക്കുന്നുണ്ട്, നിരോധിത സംഘടനയായിട്ടും നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ശ്രീകാന്ത്, ഒപ്പം എടുത്തു പറയേണ്ടത് ഈ NIA കണ്ടെത്തലുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായും നിലവിൽ അറസ്റ്റിലായിട്ടുള്ള 12 പ്രതികൾ ഇവരുടെ PFIയുമായുള്ള ബന്ധം തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഇവരിൽ നിന്ന് തന്നെ കൂടുതൽ കാര്യങ്ങൾ കൂടി ചോദിച്ചറിയേണ്ട ഒരു സാഹചര്യം കൂടിയല്ലുള്ളത്. അങ്ങനെയെങ്കിൽ ഇനി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള തെളിവുകൾ ശേഖരിക്കുക, അങ്ങനെയൊക്കെ തന്നെ ഇനിയുള്ള അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അത് കർണാടക സർക്കാരിൽ തന്നെ ഉന്നത ഇടങ്ങളിൽ ഇരിക്കുന്ന ആളുകളിലേക്ക് കൂടി ഈ ഒരു അന്വേഷണം എത്തിച്ചേരുമെന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ അല്ലേ? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് പോപ്പുലർ ഫ്രണ്ട് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ്. 3 മാസം മുൻപ് ആസൂത്രണം തുടങ്ങിയതാണ്. വിദേശത്തു നിന്നും പണം സ്വീകരിച്ചതാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ മനസ്സിലാക്കേണ്ടത് ഇത് പ്രീ പ്ലാൻഡ് മർഡർ ആണ് എന്നുള്ളതാണ്. അത് നിസ്സാരമായി കാണേണ്ടതല്ല. കാരണം ഒരു ഭീകര സംഘടനയാണ് ഇത് ആസൂത്രണം ചെയ്തതെന്ന് മനസ്സിലാക്കണം. രാജ്യത്താകമാനം, വിശേഷിച്ച് കേരളത്തിൽ 1000-ലധികം ആളുകളെ, ഒരു ജഡ്ജി അടക്കമുള്ളവരെ ഒരു ലിസ്റ്റിട്ട്, ഒരു പട്ടികയിട്ട് കൊല്ലാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു സംഘടന, നമുക്കിടയിൽ പ്രവർത്തിച്ച ഒരു സംഘടന ആണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഗൗരവത്തിൽ തന്നെ കാണണം. അവരെ പിന്തുണച്ച് വന്ന സ്പീക്കർ അടക്കമുള്ളവരെ സ്വാഭാവികമായും ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തീരുമാനിക്കേണ്ടത് ഈ ഏജൻസിയാണ്. ഏതെങ്കിലും തരത്തിൽ സ്പീക്കർക്ക് ഈ കൊലയാളികളുമായി ബന്ധമുണ്ടെങ്കിൽ സ്പീക്കർക്കും നോട്ടീസ് പോകും. സ്പീക്കറെ അടക്കം ചോദ്യം ചെയ്യുന്നതിലേക്ക് NIA കടക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഈ വാർത്ത കാണുന്ന ആളുകൾക്കും ആ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകേണ്ടതുണ്ട്. കാരണം കേരളത്തിൽ 1000 പേരുടെ പട്ടിക തയ്യാറാക്കുക, അതിൽ ജഡ്ജിമാരടക്കമുള്ളവരെ ഉൾപ്പെടുത്തുക, അവരെ കൊലപ്പെടുത്തുന്നതിന് പട്ടിക തയ്യാറാക്കി കാത്തിരിക്കുക, അങ്ങനെ ഒരു സംഘടനയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ കാര്യം. അവർക്ക് പണം നൽകി സഹായിക്കാൻ ആളുണ്ടാവുക, ഈ മർഡർ നടന്നതിന് തൊട്ട് പിന്നാലെ അവരെ പിന്തുണച്ച് സംസാരിക്കാൻ സ്പീക്കർ അടക്കമുള്ളവർ രംഗത്ത് വരിക. ഇത് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിക്കുന്നതാണ്, ഞെട്ടലുളവാക്കുന്ന വാർത്തയാണ്. സ്വാഭാവികമായും ഇതിൽ NIA കടുത്ത നടപടികൾ തുടർന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ശ്രീകാന്ത്, ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മംഗളൂരുവിൽ ഇത്തരത്തിൽ PFI ഭീകരത തലപൊക്കുകയാണെങ്കിൽ അത് കാസർഗോഡ് വഴി കേരളത്തിലും അതിൻ്റെ വേരുകൾ തലപൊക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയല്ലേ? പ്രത്യേകിച്ചും കേരളത്തിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, മയക്കുമരുന്ന് കള്ളക്കടത്ത് തുടങ്ങിയ നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട ഈ PFIയുടെ ഭീകരത അല്ലെങ്കിൽ PFIയുടെ പങ്ക് വെളിവാകുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ ഉള്ളത്? ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് അതിനുള്ള ഒരു മറുമരുന്ന്. കാരണം കേന്ദ്ര സർക്കാർ ഒരു സംഘടനയെ നിരോധിക്കുകയാണെങ്കിൽ പിന്നീട് ലോ ആൻഡ് ഓർഡർ നിക്ഷിപ്തമായിട്ടുള്ള സംസ്ഥാനത്തിനാണ് അവരെ നിരീക്ഷിക്കുന്നതിനും അവരെ ന്യൂട്രലൈസ് ചെയ്യുന്നതിനുമുള്ള ചുമതല. അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൊണ്ടുവരിക, അവരുടെ നേതാക്കൾ ആരെങ്കിലും ഇതിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുക, അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക, അവരുടെ പ്രവർത്തകർ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തികളിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക, അവരെ അറസ്റ്റ് ചെയ്യുക, അത് ആ സംഘടനയുടെ കൂടി ഉത്തരവാദിത്തമാക്കി മാറ്റുക. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ കർണാടക സർക്കാർ അക്കാര്യത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്ത്യ നിരോധിച്ച ഒരു ഭീകര സംഘടന, ഈ ലഷ്കർ തൊയ്ബയൊക്കെ പോലെയുള്ള ഇന്ത്യ നിരോധിച്ച ഒരു ഭീകര സംഘടന ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്നു. അത് കർണാടക പോലെ ഒരു സംസ്ഥാനത്തിൽ, കേരളത്തിന്റെ അയൽ സംസ്ഥാനത്ത് ഇപ്പോഴും നിർബാധം പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ, അവർ ആസൂത്രിതമായി കൊലപാതകങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ, വിദേശത്തു നിന്നടക്കം പണം സ്വരൂപിക്കുന്നു എന്ന് പറയുമ്പോൾ
സ്വാഭാവികമായും കേരളവും ഞെട്ടണം, കേരളവും ജാഗ്രതയോടെ ഇരിക്കേണ്ടതുണ്ട്. കാരണം കർണാടകയിൽ മംഗലാപുരത്തു നിന്നും കേരളത്തിലേക്ക് അധികം ദൂരമില്ല എന്നുള്ളതും മനസ്സിലാക്കണം. ഒരു വന്ദേ ഭാരത് പിടിച്ചാൽ തന്നെ മംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് എത്താം. അധികം ദൂരമില്ല. ജാഗ്രതയോടെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകര സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഏറ്റവും ഒടുവിൽ വന്ന വിവരം, പട്ടിക തിരിക്കുക, 1000 പേരെ കൊല്ലാൻ അവരുടെ പേര് വിവരങ്ങൾ എഴുതി വെച്ച് ഒരു പട്ടിക തയ്യാറാക്കി കാത്തിരിക്കുക. ആ ആളുകളെ കൊല്ലാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത് അവരുടെ ഒരു കോടതിയാണ്. സ്വന്തമായൊരു കോടതി അതിനുവേണ്ടി തയ്യാറാക്കുക, വിവരം ശേഖരിക്കാൻ റിപ്പോർട്ടേഴ്സ് ഇങ്ങനെ തയ്യാറാക്കുക. ഒപ്പം തന്നെ ഇത് നടപ്പാക്കാൻ, ഈ കൊലപാതകം നടപ്പാക്കാൻ സർവീസസ് വിങ് അല്ലെങ്കിൽ ഹിറ്റ് സ്ക്വാഡിനെ തയ്യാറാക്കുക. ഒരു സമാന്തര സർക്കാർ പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പ്രവർത്തിച്ചിരുന്ന സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. സ്വാഭാവികമായും ഭയക്കേണ്ടതുണ്ട്, നിരോധിച്ച ശേഷവും അവർ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ. ശരി, ശ്രീകാന്താണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.